Mr. Perfect. Yeah. Yeah. അമ്മേ Mr. Perfect. Mr. Perfect. Mr. Perfect. Perfect, perfect. He's Mr. Perfect. എടാ ജംഗ്ഷനില്ലേ ഒരു കൊറിയർ വന്നിരിപ്പുണ്ട് എടുത്തോടിങ്ങി വരാമോ അക്കടെ മുത്തേ Mr. Perfect. Mr. Perfect. എടാ മോനെ പെട്ടെന്ന് ആവട്ടെടാ പരീക്ഷയ്ക്ക് സമയമായി പെട്ടെന്ന് ആവട്ടെ നീ എത്ര നേരം കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ഇരിക്കുവാ Mr. Perfect. ലെവലല്ല Mr. Perfect. Mr. Perfect. ആ സൈഡ് പോയി ചെറുതാക്കാം ഓക്കേ Yeah. Here's someone Guido. Yeah. സാർ 10 മണിയായി ക്വസ്റ്റ്യൻ കൊടുക്കാൻ ടൈമായി ആ കൊടുക്കാം മോനെ. Here's someone Guido. സാറേ 1 മണിക്കൂറായി എന്റെ ഫസ്റ്റ് ബെൽ അടിച്ചില്ല സാറൊന്ന് പറ വിട്ടുപോയതായിരിക്കും. ഓർമ്മിക്കും Yeah. പെർഫെക്റ്റ് സാർ ടൈമായി സാർ മോൻ ഒന്നുകൂടെ നോക്കി 5 മിനിറ്റോടെ എടുക്കാം. അയ്യോ വേണ്ട സാറ് മേടിച്ചു കുഴപ്പമില്ല സാരമില്ല, ഒന്നുകൂടെ നോക്ക്, എന്തെങ്കിലും തെറ്റുണ്ടായാലോ നോക്ക്. മേടിക്ക് സാറേ എന്നാ സമയം എന്ന് പറഞ്ഞല്ലയോ വാങ്ങ് എടാ നിന്നോട് ഞാൻ പറയില്ല സോണിയുടെ ടി വി ഉണ്ടല്ലോ ബ്രാവിയ അത് സൂപ്പർ ടി വി അത് മേടിക്ക് അണ്ണാക്കി സംസാരിക്കാതെ നീ കൂടെ ചരിഞ്ഞ് സംസാരിച്ചേ ചരിഞ്ഞേക്ക് അത് ആ ടി വി ഉണ്ടല്ലോ അത് സൂപ്പർ അത് എടുത്താൽ മതി 55-65 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ അത് പൊളിയാ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇത് നീളത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റും ഇവരൊക്കെ ആടാ പോലീസിൽ സർട്ടിഫിക്കറ്റ് പെട്രോളിന്റെ സൂപ്പർ മണം വണ്ടിക്ക് ആണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്താ പറ്റിയാടാ പരീക്ഷയുടെ വല്ല റിസൾട്ട് വരാനുണ്ടോ അല്ല ഇനി പനിയോ തലവേന വയറിളക്കം അങ്ങനെ വല്ലോ ഇല്ല പിന്നെ മീനാക്ഷിയായിട്ട് വല്ലതും തെറ്റിയോ അതും ഇല്ല പിന്നെ എന്ത് മാങ്ങത്തല്ലേടാ അതിലെ കുണ്ടളപ്പുഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ ഇവിടെ വണ്ടി ടയർ പഞ്ചറായിട്ട് വരാന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് അങ്ങനെ ലേറ്റ് ആയി 1 മിനിറ്റോ നീ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുക എങ്ങും പോയില്ല എന്നാലും ഒട്ടിച്ചു വെച്ചാലേ മനസ്സിന് സമാധാനം എന്നാലും എന്താ വരാത്തെ നീ ലക്ഷ്മിയായിട്ടെ ബ്രേക്കപ്പ് ആയില്ലയോ ആയി എന്നാലും അതെന്താടാ ബ്രേക്കപ്പ് ആയത് നിങ്ങള് അവക്കൊട്ടും വൃത്തിയുമില്ല ഈ സിമ്പിൾ കാര്യത്തിനാണോ ബ്രേക്കപ്പ് ആയത് നല്ലതാടാ അത് അവളല്ലെങ്കിലും പന്നച്ചിയ ഞാൻ നല്ല വൃത്തിക്കാരനാടാ ചിലപ്പോ അക്കൗണ്ട് മാറിയാലോ അവനൊരു ഹായ് ഇട്ടേക്കാം ഗൂഗിൾ പേക്കകത്ത് ഹലോ ആ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതല്ലയോ ഞാൻ ഇപ്പൊ ഒരു ഹായ് അയക്കാവേ ഒരു ഹായ് വന്നോ എങ്കിൽ ഞാൻ ഇപ്പൊ 1 രൂപ അയക്കാവേ 1 രൂപ അയച്ചിട്ട് അവിടെ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറ ഞാൻ അപ്പൊ തന്നെ പൈസ അയക്കാം കേട്ടോ ചേട്ടാ ഇങ്ങനെ ധൃതി വെക്കാതെ അയച്ചു തരാം വെറും 1000 രൂപ കേസ് അല്ലയോ അയച്ചു തരാന്ന് എന്തോ ധൃതി സാർ ഫയൽ സാറേ ചുളുക്കല്ല നേരെ പിടിക്കും ഏതാണത്? സാറൊരു റെപ്യൂട്ടഡ് കമ്പനിയുടെ HR ഒക്കെ അല്ലയോ അപ്പൊ ഈ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നീ ഇവിടെ ഇന്റർവ്യൂവിന് വന്നവനാ, ഞാനേ ഇവിടുത്തെ HR കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട കേട്ടോ. HR എന്ന് പറഞ്ഞാ 10 മണിക്ക് ഇന്റർവ്യൂ പറഞ്ഞിട്ട് 12 മണിയെ ഒരു കൃത്യനിഷ്ഠ ഇല്ലാത്ത HR. സാധാരണ ഇന്റർവ്യൂവിന് വരുമ്പോഴേ എല്ലാരും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമോ, നീ എന്തോ എന്റെ തോളത്തോട്ട് കയറുവാ. പറയും സാറേ അത് സാറേ ആളില്ലേ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന അവിടെ ഒരു ഹൈജീനിക്ക് പോലും ഇല്ല. അയ്യോ അപ്പൊ ഞാൻ ട്രെയിനായിട്ട് കയറുന്ന സാറിന് ഞാൻ ഒരു ഫുൾ ക്യാബിൻ തരാം. എന്റെ ഒരു അഭിപ്രായം ഇതിനായിരുന്നു. എന്നാലും എനിക്ക് ജോലി മതി. എന്നാലേ എന്റെ അഭിപ്രായം ഞാൻ പറയാം, ഇറങ്ങിപ്പോടാ മാറി. ഓക്കെ പിന്നൊരു കാര്യം, ഷർട്ടേ ചുരുങ്ങിയിരിക്കുക. ഇന്റർവ്യൂനൊക്കെ വരുമ്പോഴേ തേച്ച് വൃത്തിയായിട്ട് കൊണ്ടിട്ട് തരാം കേട്ടോ. പെണ്ണ് കാണാൻ വന്നില്ലയോ? കുഴപ്പമില്ല, അതാ നല്ലത്. അല്ലെങ്കിൽ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, ആവശ്യമില്ലാത്ത കുറ്റമൊക്കെ പറയും. മോൻ ഒറ്റയ്ക്ക് വന്നത് എന്തുകൊണ്ട് നന്നായി. അമ്മ ഞാനിങ്ങ് എത്തി. പെണ്ണിപ്പം വരും അമ്മേ, ചായ കൊണ്ടിപ്പം വരും. അമ്മ ഈ വീട്ടുകാർക്കൊന്നും ഒരു വൃത്തിയില്ല അമ്മേ. എടാ നിന്റെ വൃത്തി നോക്കിക്കൊണ്ടിരുന്നാലേ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു പെണ്ണ് കിട്ടത്തില്ല കേട്ടോ. ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല, അതുകൊണ്ടാ.
പെണ്ണ് കാണുന്നതിന്റെ കൂട്ടൊന്നും അല്ല 10 ആളുടെ ജോലി എടുക്കുന്നത് ഇല്ലയോ മോളെ? ചോദിച്ചാ മതി. ആ മോനെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാണല്ലോ, സംസാരിക്ക്. എന്തൊരു താല്പര്യം ഇല്ലാത്തോ, സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. അച്ഛൻ പറയുന്ന കേട്ട് ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്യുമെന്ന്. അതെ, എനിക്ക് സ്വന്തമായിട്ട് ഫാമാണ്. അപ്പൊ അവിടുത്തെ പണി മൊത്തം ഞാൻ ചെയ്യുന്ന 10 വരെ പണിയെങ്കിലും ഞാൻ എടുക്കണം. അവിടുത്തെ ചാണകം കണ്ടല്ലോ, ഇങ്ങനെ വാരി എടുത്ത് കളയുന്ന, മൂത്രം കോരി കളയുന്ന എല്ലാം ഞാൻ. പിന്നെ ചാനയൊക്കെ വരുമ്പോ ഇങ്ങനെ പശുവിന് മൂക്കൊത്തുന്ന ഞാൻ തന്നെ, ഇങ്ങനെ അതൊക്കെ ഞാൻ തന്നെ. കല്യാണം ക്യാൻസൽഡ്. അവസാനം എന്തോ ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് അവനെ നന്നാക്കാനേ അവന്റെ കൂട്ടുകാരൊരു പണി ചെയ്ത്. എന്തുവാ? ഒരു മാനേഴ്സ് ഇല്ലല്ലോ. മിസ്റ്റർ പെർഫെക്റ്റിനെക്കാട്ടി കഷ്ടമാണല്ലോ ഇവൻ. ആ അവനാണ് ഇവൻ. എന്തുവിടെ നീ പണ്ടെനിക്ക് ജോലി ആയതാണ് ചേട്ടന്റെ കൂട്ടാനില്ലയോ? ഞാനൊന്നുമല്ല. ശമ്പു ഉണ്ടോ? ഇല്ല. ശമ്പു കാണിങ്ങട്. ഇല്ലെന്ന്. ശമ്പു കാണിങ്ങട്. ഇല്ല. കളിക്കല്ലേ? ഇല്ലടാ. പാലനം വേണ്ട, അധികാരം വേണ്ട. വൈകിട്ട് വളടിഞ്ഞ കാണണേ, മറക്കാ കാരണം